ബിദോഷ് ആനന്ദ്, ഓട്ടോമൊബൈൽ ട്രെയിനർ. ഓട്ടോമൊബൈൽ രംഗത്ത് കഴിഞ്ഞ 12 വർഷക്കാലമായി തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭ. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി സ്വദേശിയായ ഇദ്ദേഹം ഇപ്പോൾ മഹീന്ദ്രയിൽ ജോലി ചെയ്യുന്നു. 33 വയസ്സിനുള്ളിൽ ഓട്ടോമൊബൈൽ രംഗത്തെ പ്രധാനപ്പെട്ട ബ്രാൻഡുകളായ മാരുതി സുസുക്കി, ടൊയോട്ട, വോക്സ് വാഗൻ തുടങ്ങിയ ഡീലർഷിപ്പുകളിൽ ട്രെയിനിംഗ് രംഗത്ത് ഇതിനോടകം തന്നെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. വർക്ക് ചെയ്ത എല്ലാ ഓർഗനൈസേഷനിലും തന്റേതായ പ്രതിഭ തെളിയിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. ഇദ്ദേഹം പരിശീലിപ്പിച്ച നിരവധി എംപ്ലോയീസ് ടൊയോട്ട മോട്ടോർ കോർപ്പറേഷൻ ഇന്ത്യയുടെ നാഷണൽ സ്കിൽ കോൺടെസ്റ്റിൽ വിവിധ കാറ്റഗറിയിൽ വിന്നേഴ്സ് ആവുകയും ചെയ്തിട്ടുണ്ട്. ടൊയോട്ടയുടെ നാഷണൽ ലെവലിലുള്ള ദ്രോണാചാര്യ അവാർഡിന് 2 തവണ അർഹനാവുക എന്നത് ഇദ്ദേഹത്തിന്റെ ഈ മേഖലയിലെ പ്രതിഭ വിളിച്ചോതുന്ന ഒന്ന് തന്നെയാണ്. കേരള ഗവൺമെന്റിന്റെ അസാപ് സർട്ടിഫൈഡ് ട്രെയിനർ കൂടിയായ ശ്രീ ബിന്ദോഷ് ആനന്ദിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം ഇവാസിക്സിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക്. നമസ്കാരം, ഇവാസിക്സിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, ഓട്ടോമൊബൈൽ ഡീലർഷിപ്പിൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് പ്രസക്തി. കാരണം ഓട്ടോമൊബൈൽ ഡീലർഷിപ്പിൽ ഏതൊരു വ്യക്തി, സെയിൽസ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, ഒരു എംപ്ലോയി കടന്നു വരുമ്പോൾ ആദ്യം കിട്ടുന്ന ഒരു ട്രെയിനിങ്ങിൽ ഒന്നാണ് ഇൻഡക്ഷൻ ട്രെയിനിങ്. ആ ഒരു ട്രെയിനിങ് തുടങ്ങി അദ്ദേഹം പല പടവുകളും പിന്നിടുന്നു. അദ്ദേഹത്തിന്റെ ഓരോ മേഖലയിലും ഓരോ ടൈറ്റിലും വ്യക്തമായ ട്രെയിനിങ്സ് ആൻഡ് ഡെവലപ്മെന്റ് ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കരിയർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ തീർച്ചയായും ഒരു നല്ലൊരു കപ്പാസിറ്റി ഉള്ള ഒരു ഓട്ടോമോട്ടീവ് പേഴ്സണാലിറ്റി നമ്മൾ ബിൽഡ് ചെയ്യണമെങ്കിൽ ട്രെയിനിങ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. അപ്പോൾ ആ മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ച ഒരു വ്യക്തിയാണ് ഇവാസിക്സ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കുന്നത്. ഇദ്ദേഹം വളരെ ചെറിയ ഏജിൽ ഒട്ടനവധി ട്രെയിനിങ് രംഗത്ത് ഒട്ടനവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയ ഒരു പേഴ്സണാലിറ്റി. ഇദ്ദേഹം വർക്ക് ചെയ്ത പല ഡീലർഷിപ്പിലും അതുപോലെ പല മറ്റ് അസോസിയേറ്റ് ചെയ്ത കമ്പനീസിലും ഒത്തിരി ട്രാക്ക് റെക്കോർഡിന് ഉടമയാണ്. ഇദ്ദേഹം വർക്ക് ചെയ്ത ഡീലർഷിപ്പുകളിൽ ഒന്നായ അമാന ടൊയോട്ടയിൽ ഇദ്ദേഹത്തിന് വ്യക്തമായ ഒരു നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ സാധിച്ചു. ഇദ്ദേഹം ട്രെയിൻ ചെയ്തെടുത്ത നിരവധി എക്സിക്യൂട്ടീവുകൾ നാഷണൽ സ്കിൽ കോൺടെസ്റ്റിൽ നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കാനിടയായി. ഇദ്ദേഹത്തിനെ തേടി ടൊയോട്ടയുടെ ദ്രോണാചാര്യ അവാർഡ്, ഒരു ട്രെയിനർക്ക് കിട്ടുന്ന ഏറ്റവും നല്ല മികച്ച ഒരു അവാർഡ്, ദേശീയ തലത്തിൽ അങ്ങനെ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് തേടിയെത്തുകയുണ്ടായി. നമുക്ക് സ്വാഗതം ചെയ്യാം ബിന്ദോഷ് ആനന്ദിനെ. ബിന്ദോഷ്, സ്വാഗതം വിവാസിക്സിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക്. നമസ്കാരം. ഈ ഇംഗ്ലീഷിനോട് ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജോട് ഒരു താല്പര്യം തോന്നി തുടങ്ങിയത് എപ്പോഴാണ്? ഇംഗ്ലീഷ് ലാംഗ്വേജിനോട് താല്പര്യം തോന്നി തുടങ്ങിയതെന്ന് പറഞ്ഞാൽ പ്ലസ് ടുവിലൊക്കെ എനിക്ക് ഇംഗ്ലീഷ് കഥകൾ കേൾക്കുമ്പോഴും അല്ലെങ്കിൽ പോയംസ് ഒക്കെ ആണെങ്കിലും ആ ഒരു എന്താ പറയാ താല്പര്യം തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഡിഗ്രി ഏതെടുക്കണം എന്നുള്ളൊരു ചോയ്സ് വന്നപ്പോൾ എന്തായാലും ഞാൻ +2 അക്കൗണ്ടൻസി ഒക്കെ ഉള്ള പഠിച്ചതാണ്, കൊമേഴ്സാണ് പഠിച്ചത്. പക്ഷെ എനിക്ക് കണക്കിനോട് അത്ര താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇംഗ്ലീഷ് എനിക്ക് താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ BA ഇംഗ്ലീഷ് ചെയ്തു. പിന്നീടാണ് BA ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് B.Ed ഇംഗ്ലീഷ് ചെയ്തു. അങ്ങനെ ഇംഗ്ലീഷിനോട് താല്പര്യം. തീർച്ചയായും അതെ. അപ്പോൾ ബിന്ദോഷിന് ഒരു ഇംഗ്ലീഷോടുള്ള ഒരു താല്പര്യം കരിയറിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇന്റർവ്യൂയിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ, കാരണം ഇംഗ്ലീഷ് അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് ഓരോ വേർഡ്സ് ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് വ്യത്യാസമാണല്ലോ, ഐഡന്റിറ്റിയിൽ ഒരു ചേഞ്ച്. തീർച്ചയായിട്ടും അത് എന്നെ വല്ലാണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതും പിന്നെ അതുപോലെ തന്നെ ട്യൂഷനൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. തീർച്ചയായിട്ടും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട്. പിന്നെ ഇപ്പം നമ്മൾ കോൺടെസ്റ്റിനൊക്കെ പോകുമ്പോഴാണെങ്കിലും അവിടുത്തെ ഒഫീഷ്യൽസിനോടൊക്കെ സംസാരിക്കാനാണെങ്കിലും നല്ലൊരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബിന്ദോഷ്, ഈ ടൊയോട്ടയുടെ എക്സ്പീരിയൻസ് വരെ ഷെയർ ചെയ്തു. അപ്പോൾ ടൊയോട്ടയ്ക്ക് ശേഷം ഏതെങ്കിലും വേറെ ഏതെങ്കിലും ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തു? എന്താണ് ബാക്കിയുള്ള എക്സ്പീരിയൻസ്? അതെ, ടൊയോട്ടയ്ക്ക് ശേഷം എനിക്കിങ്ങനെ ഒരു ഓപ്പണിംഗ് വന്നപ്പോൾ ഞാൻ ഫോക്സ് വാഗൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ, ഫോക്സ് വാഗനിൽ ക്വാളിറ്റി മാനേജർ എന്ന് പറഞ്ഞൊരു ഓപ്പണിംഗ് ആണ് വന്നത്. അപ്പോൾ ഞാൻ ഈ ഡീലർഷിപ്പ് ലെവലിൽ നിന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു.
ടൈമിലാണ് എനിക്ക് ഈ ഒരു സംഭവം വന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഫോക്സ് വാഗനിൽ ക്വാളിറ്റി മാനേജർ എന്നുള്ള പോസ്റ്റിലേക്ക് എനിക്ക് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് കിട്ടി. അങ്ങനെ ഞാൻ ആ ഒരു ജോബിലേക്ക് ജോയിൻ ചെയ്തു. അവിടെ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്തു. അത് കേരള ആൻഡ് തമിഴ്നാട് മൊത്തം നോക്കാനായിരുന്നു, ക്വാളിറ്റി മാനേജിങ് ആയിരുന്നു. അതായത് മെയിനായിട്ട് ഒരു ഓഡിറ്റിംഗ് കം പ്രോസസ് ചെക്ക് എന്നുള്ള രീതിയിലായിരുന്നു വർക്ക് ചെയ്തത്. അവിടെ മൊത്തം നന്നായിട്ട് പെർഫോം ചെയ്ത് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കുറേ എന്താ പറയുക, കുറേ ട്രാവല്, ഭയങ്കരമായിട്ട് ട്രാവലായിരുന്നു, ഹെക്ടിക് ട്രാവലായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് ചിലപ്പോൾ മുംബൈയിലായിരിക്കും, അല്ലെങ്കിൽ എല്ലാ മാസം മന്ത്ലി റിവ്യൂ ഉണ്ടാവും മുംബൈയിൽ, ചെന്നൈ, അങ്ങനെ മൊത്തം തമിഴ്നാട് കറങ്ങണം, മൊത്തം കേരളം കറങ്ങണം. ഭയങ്കര ഹെക്ടിക് ട്രാവലായിരുന്നു. കുറച്ച് എന്താ ടയർഡായിട്ടുള്ള വർക്കായിരുന്നു. പക്ഷെ ഞാൻ എൻജോയ് ചെയ്തിരുന്നു. അപ്പം എന്താ വെച്ചാൽ ചെറിയൊരു ഗ്യാപ്പ് വന്നു. ട്രെയിനിങ് എന്നുള്ളൊരു എൻ്റെ പാഷൻ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അവിടെ ഒരു ക്വാളിറ്റി ചെക്ക് ആയിരുന്നു മെയിനായിട്ട്. മനസ്സിലായി. അപ്പോൾ തിരിച്ച് ഞാൻ അങ്ങനെ പിന്നെ വേറൊരു ഓപ്പണിംഗ് വന്നപ്പോഴാണ് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ബിന്ദുവിന്റെ ഏജ് എത്രയാണ് ഇപ്പോ? എനിക്ക് ഈ കഴിഞ്ഞ ജൂലൈ 31 33 വയസ്സ് തികഞ്ഞു. 33 വയസ്സ്. അപ്പൊ ശരിക്കും ഈ 33 വയസ്സിന്റെ ഇടയിൽ ഒത്തിരി ഒരു വ്യത്യസ്തമായ ടൈറ്റിൽസ് പെർഫോം ചെയ്യാൻ പറ്റി. ഒത്തിരി അവാർഡ്സുകളും ബിന്ദുവിന് തേടിയെത്തി. അപ്പൊ ശരിക്കും ഒരു ഏജ് ഒരു ഫാക്ടർ അല്ലേ പല കാര്യത്തിൽ? നമ്മൾ നോക്കുമ്പോൾ പല ആസ്പെക്റ്റിലും കരിയറിലേക്ക് പലരും ഹൈറ്റിലേക്ക് എത്തുന്നതും. ഇപ്പൊ ബിന്ദോഷ് നേരത്തെ പറഞ്ഞു ഫോക്സ് വാഗനിൽ നിങ്ങൾ 2 സ്റ്റേറ്റിന്റെ ഒരു ഹെഡായിരുന്നു. ഈവൻ ഇറ്റ് ഈസ് ക്വാളിറ്റി മാനേജർ എന്ന ലെവലിലാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് ഒരു ട്രെയിനർ, ആസ് എ ട്രെയിനർ, ഒരു ഹെഡായിട്ടാണ് നിങ്ങൾ കേരളത്തിന് പിന്നെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഏജ് 33 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഏജ് ഒരു ഫാക്ടർ അല്ലേ എന്നാണ് എൻ്റെ ഒരു വിശ്വതി. ഏജ് ഒരു ഫാക്ടർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏജ് ഫാക്ടർ ആണ് എന്ന് ഞാൻ പറയും. പക്ഷെ അല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഏജ് ഒരിക്കലും ഒരു ഫാക്ടർ ആയിരുന്നില്ല. പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം റിജക്റ്റഡ് ആയിട്ടുണ്ട്. കാരണം ഏജ് കാരണം ഞാൻ ട്രെയിനിങ്ങിൽ ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തപ്പോൾ, ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് ബ്രാൻഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തപ്പം എല്ലാം ത്രോവായി. ഫസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞു, ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞതിന് ശേഷം അവിടെ പോയിട്ട് TTT പോലെ ഒരു സംഭവം അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു, അത് അറ്റൻഡ് ചെയ്തു. അതിനുശേഷം തിരിച്ച് ഇവിടെ വന്നിട്ട് അവിടുത്തെ മെയിൻ നാഷണൽ ഹെഡായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അതും ജയിച്ചു വന്നു. അതിനുശേഷം ഞാൻ അതിൻ്റെ എന്താണ് എന്ന് ചോദിച്ചു നോക്കിയപ്പം അവർ പറഞ്ഞത് ഞങ്ങൾക്ക് കുറച്ചും കൂടി ഏജിലുള്ള ആളെയാണ് ഞങ്ങൾ നോക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അവിടെ ഞാൻ റിജക്റ്റഡ് ആയി. അവിടെ മാത്രമാണ് ഞാൻ ഏജ് ഒരു ബാരിയർ ആയിട്ട് എനിക്ക് തോന്നിയത്. എനിക്ക് അത്ര ഏജ് വന്നിട്ടില്ല അല്ലെങ്കിൽ അത്ര ആയിട്ടില്ല എന്ന് തോന്നിയത് അവിടെ മാത്രമാണ്. അല്ലാത്ത പക്ഷം ഏജ് ഒരിക്കലും, കാരണം എനിക്ക് ഈ ഒരു ആകാരം ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല, കൺസൾട്ടൻസിന്റെ അടുത്താണെങ്കിലും ബാക്കി എല്ലാവരുടെ അടുത്തും എനിക്കൊരു ആക്സെപ്റ്റൻസി ഉണ്ടായിരുന്നു. അപ്പൊ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബാരിയർ അല്ല. ഈ ഒരു ചെറിയൊരു ഏരിയയിൽ മാത്രമേ എനിക്കൊരു ബ്ലോക്ക് വന്നിട്ടുള്ളൂ. സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. എന്റെ ഫിഗർ തന്നെ നല്ല ഹൈറ്റും ഈ ഒരു വെയിറ്റും ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു മെച്യൂരിറ്റി കൂടുതൽ തോന്നിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലായിരിക്കാം. പക്ഷെ ഏജ് ഇത്രേ ഉള്ളൂ എന്നുള്ളത് ഇപ്പൊ രാജേഷ് ചോദിച്ചപ്പോഴായിരിക്കാം മേ ബി പല ആൾക്കാരും അറിയുന്നത്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ബിന്ദുഷ്, നമ്മളിപ്പോ ആദ്യകാലത്ത് നമ്മൾ ശരിക്കും ഓട്ടോമൊബൈൽ എഞ്ചിൻസ് എന്ന് പറയുമ്പോൾ ബേസ് ഒരു പെട്രോൾ എഞ്ചിൻസ് ആണ് നമ്മൾ പൊതുവെ പറയാം. പക്ഷെ നമുക്കറിയാം കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ ഒരു 10-15 വർഷത്തെ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഡീസൽ എഞ്ചിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിൻ ആയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം CNG ഹൈബ്രിഡ് ഒക്കെ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഓട്ടോമൊബൈൽ മേഖലയിൽ, ഓട്ടോമൊബൈൽ വെഹിക്കിൾസിൽ. അപ്പൊ ശരിക്കും എത്തി നിൽക്കുന്നത് നമ്മളിപ്പോ ഒരു ഇലക്ട്രിക് വെഹിക്കിൾസിലേക്കാണ്. ഒരു റവല്യൂഷൻ ചേഞ്ച് എന്ന് പറയുന്ന ഒരു അവൈറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പൊ ബിന്ദോഷ് ഈ ഒരു ടെക്നോളജി വൈസ് ഒരു ചേഞ്ചസ് എന്തൊക്കെയാണ് ബിന്ദോഷിന് ഒരു മാറ്റം ഫീൽ ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും ഈ മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്യുന്നത്? തീർച്ചയായിട്ടും രാജേഷ് പറഞ്ഞ പോലെ തന്നെ ശരിക്കും നല്ലൊരു റെവല്യൂഷനിലൂടെയാണ് ഇപ്പം ഈ ഒരു ഓട്ടോമൊബൈൽ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഈ പറഞ്ഞ പോലെ കാർബറേറ്റർ വെച്ചിട്ടുള്ള എഞ്ചിനിൽ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൽ സ്റ്റാർട്ട് ചെയ്ത്, അല്ലെങ്കിൽ അതിന് മുന്നുള്ള സിസ്റ്റത്തിൽ സ്റ്റാർട്ട് ചെയ്ത്, ഇപ്പോ ഞാൻ തന്നെ ട്രെയിനിങ്സ് എടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഓരോ ടെക്നോളജീസും ആദ്യം ഞാൻ പഠിച്ച് ട്രെയിൻ ചെയ്യിക്കേണ്ട ഒരു രീതിയിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഒരു പെട്രോൾ ആയിട്ടുള്ള രീതിയിലായിരുന്നു വന്നിരുന്നത്. പിന്നെ ഡീസൽ എഞ്ചിൻസ് ഹൈപ്പ് ആവാൻ തുടങ്ങി. അതിനുശേഷം ഇപ്പം ടൊയോട്ടയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഹൈബ്രിഡ് വെഹിക്കിൾസ്, അതായത് രണ്ടും കൂടി വന്നു തുടങ്ങി.
പിന്നെ CNGs വന്നു തുടങ്ങി. പക്ഷെ ഇപ്പോ മൊത്തത്തില് നമ്മുടെ ഗവൺമെന്റും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ സബ്സിഡീസ് കൊടുക്കുന്നു. അവരുടെ ഗവൺമെന്റിന്റെ ഒരു മോട്ടീവ് തന്നെ 2020 എന്നായിരുന്നു അവർ പ്ലാൻ ചെയ്തിരുന്നത്. കുറച്ച് സ്ലോ ആണ്, എന്നാലും 2022 ഒക്കെ ആകുമ്പോഴത്തേക്കും മൊത്തം ഇലക്ട്രിക് വെഹിക്കിൾസ് ഇറക്കുക എന്നുള്ളതായിരുന്നു. തീർച്ചയായിട്ടും ആ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ഒരു ഇതാണ് വരുന്നത്. ഇപ്പൊ കാലിക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് ചെയ്യാനുള്ള സ്റ്റേഷൻ വരെ KSEBയുടെ തൊട്ട് മുന്നിലായിട്ട് അവർ അങ്ങനെ ഒരു സംഭവം വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത് നമുക്കൊന്ന് ഇലക്ട്രിക് വെഹിക്കിൾസ് എന്നുള്ളത് എന്താണെന്നുള്ളത് പോലും അറിയാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ആ ഒരു ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് ആൾക്കാർ മാറി തുടങ്ങി. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഒരു അഡാപ്ഷൻ ഭയങ്കര നല്ലൊരു അഡാപ്ഷൻ ആണ് ഈ ഒരു ചെറിയ കാലം കൊണ്ട് തന്നെ ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് പെട്ടെന്ന്. ഇപ്പം പബ്ലിക് ആയിട്ടുള്ള അവരുടെ കമ്മ്യൂട്ട് വരെ ഇലക്ട്രിക് ബസ്സസ് അവർ കൊണ്ടുവരുന്നു. ഇലക്ട്രിക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനിയുള്ള ഫ്യൂച്ചറിൽ നോക്കുകയാണെങ്കിലും, കാരണം പെട്രോളിനും ഡീസലിനും ഭയങ്കരമായിട്ട് വില കൂടുന്നു. ഇപ്പൊ CNG ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് മോസ്റ്റ് ഓഫ് ദ മാനുഫാക്ചറേഴ്സ് കംസ് വിത്ത് ഇലക്ട്രിക് വെഹിക്കിൾസ്. ശരിക്കും അത് ഇനിയിലെ വർഷങ്ങളിൽ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ഒരു മെജോറിറ്റി ഓഫ് ദ സെയിൽസ് ഇലക്ട്രിക് വെഹിക്കിൾസ് ആവാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും. ഇപ്പൊ തന്നെ ഇലക്ട്രിക് വെഹിക്കിൾസ് നല്ലൊരു ബൂം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് മാർക്കറ്റിൽ. പിന്നെ മാത്രമല്ല ആൾക്കാരും കുറച്ച് എന്താ പറയാ അവൈക്കൻഡ്, അവരും ഉണർന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഈ പൊല്യൂഷൻ കൂടി വരുന്ന സാഹചര്യം ഇപ്പൊ ഡൽഹിയിലൊക്കെ അങ്ങനെയാണല്ലോ. ഇവിടെയും ആ രീതിയിലേക്ക് ആൾക്കാർ എഡ്യൂക്കേറ്റഡ് ആയി വരുന്നത് കൊണ്ട് തന്നെ പല ആൾക്കാരും ഇലക്ട്രിക് എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇലക്ട്രിക്കിന്റെ ഒരു വിപ്ലവമാണ് ഇപ്പൊ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഫ്യൂച്ചറിലേക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ബിന്ദോഷിന്റെ ഒരു കരിയറിൽ ബിന്ദോഷിനെ ഇൻസ്പയർ ചെയ്ത വ്യക്തികൾ, സ്വാധീനം ചെലുത്തിയ വ്യക്തികൾ, അങ്ങനെ ആരെങ്കിലും പ്രത്യേകിച്ച് പരാമർശിക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും എന്നെ ഇൻസ്പയർ ചെയ്ത വ്യക്തികൾ ഒരുപാട് പേര് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അതില് ഫസ്റ്റ് എനിക്ക് എടുത്തു പറയേണ്ടത് എൻ്റെ വൈഫ് തന്നെയാണ്. വൈഫ് ഞങ്ങൾ ലവ് മാരേജ് ആയിരുന്നു. ഡിഗ്രി പഠിക്കുന്ന സമയത്താണ്. അവിടെ എൻ്റെ സൂപ്പർ ജൂനിയർ ആയിരുന്നു, ഞാൻ സീനിയർ ആയിരുന്നു. അങ്ങനെ അതിനുശേഷമാണ് ഇങ്ങനെ വരുന്നത്. അപ്പം ഡിഗ്രി കഴിയുന്ന ആ ഒരു സമയം തൊട്ട് തന്നെ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ വൈഫാണ്. എല്ലാ കാര്യത്തിനും. ഇപ്പം നമ്മൾ ജോബ് ചേഞ്ചിന്റെ ഒരു ടൈം ഉണ്ടല്ലോ, നമ്മളൊരു സ്ഥലത്ത് വർക്ക് ചെയ്തിട്ട് ആ സ്ഥലത്ത് നിന്നും മാറണം എന്ന് നമുക്ക് തോന്നി തുടങ്ങുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൈഫിൻ്റെ അടുത്താണ്. അപ്പൊ അവരുടെ തീരുമാനങ്ങൾ, അവരുടെ കാഴ്ചപ്പാടുകൾ ഒക്കെ എന്നെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്നെ ഫസ്റ്റ് ഇൻസ്പയർ ചെയ്ത വ്യക്തികളിൽ ഒരാൾ തീർച്ചയായിട്ടും എൻ്റെ വൈഫാണ്. പിന്നെ പ്രൊഫഷണലി നോക്കുകയാണെങ്കിൽ മഹേഷ് സർ, ഞാൻ പറഞ്ഞില്ല, എന്നെ ഓട്ടോമൊബൈൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് എന്നെ ഫസ്റ്റ് ഒരു എൻട്രി എനിക്ക് തരുന്നത് മഹേഷ് സാറാണ്. പുള്ളിയാണ് എന്നെ എന്താ പറയുക, പുള്ളി അവിടെ HR ആയിരുന്നു KBRൽ. പുള്ളിയാണ് എന്നെ ഇന്റർവ്യൂ ചെയ്തെടുക്കുന്നത്. എന്നെ മോൾഡ് ചെയ്തെടുക്കുന്നതിൽ പുള്ളിക്ക് നല്ലൊരു പങ്കുണ്ടായിരുന്നു. അതിനുശേഷം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് ജിതേഷ് സർ. നമ്മുടെ ടൊയോട്ടയിൽ വൈസ് പ്രസിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ജിതേഷ് സർ. അദ്ദേഹമാണ് എന്നെ മെന്റർ ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ മെച്യൂർഡ് ആയിട്ട് വരുന്ന സമയത്ത് എന്നെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്നെ ചൂഷണം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ കഴിവുകളെല്ലാം മനസ്സിലാക്കി ഓരോ ഏരിയാസിൽ എനിക്ക് അസൈൻമെന്റും കാര്യങ്ങളും തന്ന് എനിക്ക് ആ രീതിയിൽ കഴിവുകൾ ഉണ്ട് എന്ന് വരെ ഞാൻ മനസ്സിലാക്കിയത് പുള്ളിയുടെ ആ ഒരു അസൈൻമെന്റ് ഫാക്ടേഴ്സിലും കൂടി ആയിരിക്കാം മേ ബി. പുള്ളി എന്നെ നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം ഭയങ്കര ഫ്രീഡം ആയിരുന്നു അവിടെ വർക്ക് ചെയ്യാനായിട്ട്. ഈവൻ മാനേജ്മെന്റ് ജബ്ബാർ സർ ഒക്കെ ആണെങ്കിൽ പോലും നല്ല മാനേജ്മെന്റ് ആണ്. അവിടെ വർക്ക് ചെയ്ത ഒരാൾ പിന്നീട് അവിടെ നിന്ന് തിരിച്ചങ്ങോട്ടേക്ക് ജോലി ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കും. അമ്മാനാട്ടോയിൽ അങ്ങനത്തെ ഒരു മാനേജ്മെന്റും കൂടിയാണ്. അപ്പം തീർച്ചയായിട്ടും ജിതേഷ് സർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റ് പറയാൻ വിട്ടുപോയത് നമ്മുടെ ബോബി സെബാസ്റ്റ്യൻ സർ. പുള്ളിയാണ് എന്നെ ഫസ്റ്റ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ട്രെയിനിങ് എന്നുള്ള, ഞാൻ പുള്ളിൻ്റെ അടുത്ത് നിന്ന് ഓട്ടോമൊബൈൽ ട്രെയിനിങ് പഠിക്കുന്നത്. അപ്പം പുള്ളിയും എന്നെ അതുപോലെ തന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും നന്ദി പറയേണ്ടത് എൻ്റെ ഫാദർ ആൻഡ് മദറിനാണ്. കാരണം അവരുടെ സപ്പോർട്ടും കൂടി ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ ലെവലിൽ നിൽക്കൂല. ഇത്രയാണ് എന്നെ സ്വാധീനിച്ചത്. ബിന്ദുഷിന് എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഹോബീസ്, അങ്ങനെ എന്തെങ്കിലും താല്പര്യം? ഹോബീസ് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പാട്ട് പാടും. ഇപ്പൊ ഞാൻ ചെറുതായിട്ട് ഓടക്കുഴയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ വേറെ സ്പോർട്സ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ബാഡ്മിന്റൺ ഭയങ്കര താല്പര്യമായിട്ട് വരുന്നുണ്ട്. കാരണം തടി കുറയ്ക്കാനൊക്കെ നല്ല വ്യായാമം എന്നുള്ള രീതിയിൽ. പിന്നെ സൈക്ലിങ് ചെയ്യാറുണ്ട്. സൈക്കിൾ ഉണ്ട് എനിക്ക്, അപ്പൊ അതും ചെയ്യാറുണ്ട്. പിന്നെ ട്രാവലിങ്ങും റൈഡിങ്ങും ഭയങ്കര ഇഷ്ടമാണ്. ഡ്രൈവിങ്ങും ഭയങ്കര ഇഷ്ടമാണ്. ബിന്ദോഷ് ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത ആളാണ്. അപ്പൊ ശരിക്കും ബിന്ദോഷിന്
ബിന്ദോഷ് ട്രെയിനിങ്സിലൂടെ പോകുന്ന സമയത്ത് ഒന്ന് ഗോ ത്രൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊന്ന് തിരിച്ച് നമ്മളൊരു ഇത്രയും ഞാൻ സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ ഇത്രയും കാൻഡിഡേറ്റ്സിനെ ഞാൻ ട്രെയിൻ ചെയ്തു. അപ്പോൾ അവരിൽ കാണുന്ന ഒരു ലാഗ്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവരെ ഡെഡിക്കേഷൻ ആയിക്കോട്ടെ, അവരെ കമ്മിറ്റ്മെന്റ് ആയിക്കോട്ടെ, അവരെ ട്രെയിനിങ്ങിൽ ഇൻവോൾവ്മെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരെ പ്രൊഡക്റ്റ് നോളജിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഓവറോൾ അവരെ എന്താണ് അവർക്ക് കൂടുതൽ അവർക്ക് വേണം, അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് ഇന്ന സ്കില്ല് കൂടുതൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ട് ട്രെയിൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരെ അഡാപ്ഷൻ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ അവരെ ഉൾക്കൊള്ളുന്ന അത് പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നത്, എവിടെയാണ് ഇന്നത്തെ ഒരു ജനറേഷൻ കുട്ടികൾക്കുള്ള ലാഗ് മെയിൻലി ബിന്ദോഷിന്റെ ഒരു എന്താണ് തോന്നുന്നത്? അതെ, രാജേഷ് ജി എന്റെ ആൻസർ ഓൾറെഡി പറഞ്ഞു. കാരണം ഡെഡിക്കേഷൻ, കമ്മിറ്റ്മെന്റ്, ഇൻവോൾവ്മെന്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഇപ്പൊ തോന്നുന്നത് കമ്മിറ്റ്മെന്റ്സ് ഇല്ല എന്നുള്ളതല്ല. ഇപ്പോഴത്തെ ജനറേഷൻ വളരെ നല്ല കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. എന്നാൽ നമ്മൾ പഴയ ഒരു ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇപ്പോഴത്തെ ആൾക്കാർക്ക് ആവശ്യം കുറവാണ്. കാരണം പണ്ട് നമ്മൾക്കൊരു അംബീഷൻ ഉണ്ടാവും. ഒരു കൺസൾട്ടന്റ് വരികയാണെങ്കിൽ എനിക്ക് വർക്ക് ചെയ്തിട്ട് ഒരു ബൈക്ക് എടുക്കണം, അതാണ് അവരുടെ ആവശ്യം, അല്ലെങ്കിൽ നല്ലൊരു മൊബൈൽ ഫോൺ മേടിക്കണം. അപ്പൊ അവരെന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. പക്ഷെ ഇപ്പോഴുള്ള മോസ്റ്റ് ഓഫ് ദ കൺസൾട്ടൻസ് അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ വരുന്ന ആൾക്കാർക്കും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ആദ്യമുണ്ട്. അവർ വരുന്നത്, നമ്മൾ പോകുന്നത് സാധാരണ ഒരു പാഷൻ പ്ലസിലാണെന്നുണ്ടെങ്കിൽ അവർ വരുന്നത് ഡ്യൂക്കിലും എൻഫീൽഡിലും ആയിരിക്കും. ഹാർലി ഡേവിഡ്സണിൽ വരുന്ന ആൾക്കാർ വരെ എനിക്കറിയാം. ഈവൻ ബെൻസിൽ വരുന്ന കൺസൾട്ടൻസ് വരെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓൾറെഡി ഇതൊക്കെ ഉണ്ട്. അപ്പൊ അവരൊരു കാഷ്വൽ ആയിട്ടാണ് അധികം ആൾക്കാരും വരുന്നത്. എന്ന് വെച്ചാൽ അല്ലാത്ത ആൾക്കാരും ഉണ്ട്. കമ്മിറ്റ്മെന്റ് ഉള്ള ആൾക്കാർ വളരെ നന്നായിട്ടുണ്ട്. അതല്ലാത്ത ആൾക്കാർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ആൾക്കാരുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം അവര് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വരുന്നു, ഇവിടെ കുറെ വർക്ക് ചെയ്യുന്നു, അവർക്ക് എന്തെങ്കിലും അവർക്ക് ഈ പ്രഷർ താങ്ങാനുള്ളതൊക്കെ കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ആരെങ്കിലും ഒന്ന് ഹാഷായിട്ട് പെരുമാറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹാഷായിട്ടൊന്നുമില്ല, നമ്മളിപ്പം എന്തുകൊണ്ട് ടാർഗറ്റ് ആയില്ല എന്നുള്ള രീതിയിൽ ഇപ്പൊ മാനേജർ അടുത്ത് കുറച്ചൊരു പ്രഷർ വരികയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അവർ പേപ്പർ ഇടും, അവർ റെസിഗ്നേഷൻ കൊടുക്കും. കാരണം എന്താ, അവർക്ക് വേറെ തൊട്ടപ്പുറത്തെ കമ്പനിയിൽ ജോലി കിട്ടും. കാരണം കൺസൾട്ടന്റ് ആണ്, സെയിൽസ് ആണ്, എനിക്കിത് എവിടെ പോയാലും ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു രീതിയിലുള്ള കാഴ്ചപ്പാട് ഞാൻ ചില ആൾക്കാരിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ കമ്മിറ്റ്മെന്റിൽ ഒരുപാട് നല്ല കൺസൾട്ടൻസും ഇപ്പോഴുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ശരിക്കും അവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫാക്ടർ മണി അല്ലെങ്കിൽ ഒരു പൈസ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നു? പാഷനായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. പാഷനായിട്ട് വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ആ ഒരു ഇൻഡസ്ട്രിയിൽ നന്നായിട്ട് നിന്ന് സ്ട്രഗിൾ ചെയ്ത് വർക്ക് ചെയ്ത് ഉണ്ട്. പിന്നെ മണി ഫാക്ടർ തീർച്ചയായിട്ടും ഉണ്ട്. മണി ഫാക്ടർ ഈ പറഞ്ഞ പോലെ ക്യാഷിന് ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യും. അവർ പറയുന്നതൊക്കെ പ്രോസസ്സ് ഫോളോ ചെയ്യും, കറക്റ്റായിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. അല്ലാത്ത ആൾക്കാരാണ് ഈ പറഞ്ഞ പോലെ കാഷ്വൽ ആയിട്ട് വരുന്ന ആൾക്കാരും കുറച്ച് ഉണ്ട്. ഇൻഡസ്ട്രിയിൽ ഈ രീതിയിലാണ് അത് വരുന്നത്. എന്റെ കാഴ്ചപ്പാടിൽ അങ്ങനെയാണ്. കാരണം ഞാൻ ട്രെയിൻ ചെയ്യുമ്പോൾ എനിക്കറിയാൻ പറ്റുമല്ലോ ഓരോരുത്തരും. നമ്മൾ ഫസ്റ്റ് തന്നെ ട്രെയിൻ ചെയ്യുന്നതിന് മുമ്പ് ട്രെയിനിങ് നീഡ് അനാലിസിസ് എന്നൊരു പ്രോഗ്രാം ഉണ്ട്. അതായത് ഓരോ കൺസൾട്ടൻസിന്റെയും ബാക്ക്ഗ്രൗണ്ട്, അവരുടെ CV ചെക്ക് ചെയ്യും. പുതുതായിട്ട് വരുന്ന കൺസൾട്ടൻസ് ആണെങ്കിൽ അവരുടെ CV ചെക്ക് ചെയ്യും. എന്നിട്ട് എന്താണ് അവർ പഠിച്ചത്, എവിടെയാണ് വർക്ക് ചെയ്തത്. പിന്നെ ഇൻട്രൊഡക്ഷനിലും അവരെ കൊണ്ട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിപ്പിക്കുമ്പോഴും നമുക്ക് അവരെ അറിയാൻ പറ്റും അവർ ഉള്ളെത്ര ഉണ്ട്. നമ്മൾ അളക്കും ഓരോരുത്തരെയും. അതിനനുസരിച്ചാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കാറ്. അപ്പോൾ അവരുടെ പാഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് അതിനനുസരിച്ചാണ് മാക്സിമം ട്രെയിനിങ്സ് പ്ലാൻ ചെയ്യാറ്. ബിന്ദോഷ് ഇപ്പോൾ ഒത്തിരി ഡീലർഷിപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്തു. അപ്പം ഒരുപാട് ബ്രാൻഡുമായിട്ട് നിങ്ങൾ അസോസിയേറ്റ് ചെയ്തു. അപ്പം പാസ്റ്റ് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ ഒരുപാട് നിങ്ങൾ വർക്ക് ചെയ്ത ഡീലർഷിപ്പിൽ നിന്നൊക്കെ ഒത്തിരി കോൾസ് വരാറുണ്ടോ? അവർ ബിന്ദോഷിനെ മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ട്രെയിനിങ്ങിന്റെ അനുഭവങ്ങൾ അവർ പങ്കുവയ്ക്കാറുണ്ടോ ഫോണിലൂടെയോ? അല്ലെങ്കിൽ ഉണ്ട്, എനിക്ക് അങ്ങനെ ഒരുപാട് കോഴ്സ് വരാറുണ്ട്. ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്ത എല്ലാ സ്ഥാപനങ്ങളിലും എനിക്ക് അവർ കോൾ ചെയ്യാറുണ്ട്. ഈവൻ ഞാൻ മഹീന്ദ്രയിലാണ്, അവർ വേറെ ഡീലർഷിപ്പിലാണെങ്കിൽ പോലും അവർ ഡൗട്ട് ചോദിച്ചിട്ട് എന്നെ വിളിക്കാറുണ്ട്. അവിടെ അതിൻ്റെ ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരെ എന്നെ അത്രയും നല്ല രീതിയിൽ കാണുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് അപ്രോച്ചബിൾ ആണെന്ന് തോന്നിയോണ്ടായിരിക്കാം അവർ എപ്പോഴും വിളിക്കാറുണ്ട്, ഡൗട്ട്സ് ചോദിക്കാറുണ്ട്, അല്ലാണ്ട് കാഷ്വലിയും വിളിക്കാറുണ്ട്. അത് എൻ്റെ ഒരു അച്ചീവ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. തീർച്ചയായും അവര് ആ രീതിയിൽ എന്നെ കൺസിഡർ ചെയ്യുന്നുള്ളത് ഭയങ്കര ഹാപ്പിയാണ്. ബിന്ദോഷ് ഓട്ടോമൊബൈൽ ട്രെയിനിങ് മേഖലയിൽ ഒത്തിരി വർഷമായി ജോലി ചെയ്തു. അപ്പോൾ ഒത്തിരി ബ്രാൻഡും ബിന്ദോഷ് കൈകാര്യം ചെയ്തു. അപ്പോൾ ഞാൻ ചോദിക്കാനുള്ളത്, പുതിയ വരുന്ന കുട്ടികൾ, ഒരുപാട് പുതിയ കുട്ടികൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലെ ഡെയിലി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ജോലി, സർവീസ് ആയിക്കോട്ടെ, സെയിൽസ് ആയിക്കോട്ടെ, അപ്പോൾ അവർക്കൊക്കെ ബിന്ദോഷ് ഒരു ആസ് എ ട്രെയിനർ ബിന്ദോഷ് ഒരുപാട് ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ട് വരും.
അപ്പൊ ബിന്ദോഷിനി എന്താണ് ഈ പുതിയ ഓട്ടോമൊബൈൽ മേഖലയിലേക്ക് വരുന്ന കുട്ടികൾക്ക് ഒരു ട്രെയിനർ എന്ന ലെവലിൽ എന്താണ് ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത്? എനിക്ക് അവർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത്, അത് ഇനിയിപ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് 6 മാസം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കൂടി എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടെ ഒരു സിഗ്നേച്ചർ ഇട്ടിട്ട് വേണം പോകാനായിട്ട്. സിഗ്നേച്ചർ ഇൻ ദ സെൻസ്, ഇവിടെ ഇങ്ങനെ ഒരാൾ വർക്ക് ചെയ്തിരുന്നു, ഹി വാസ് വെരി സിൻസിയർ, അല്ലെങ്കിൽ വെരി ഹാർഡ് വർക്കിംഗ്, വർക്കഹോളിക് ആയിരുന്നു എന്ന് പറയുന്ന രീതിയിൽ ഒരു സിഗ്നേച്ചർ ഈ പറയുന്ന പോലെ ഏത് സ്ഥലത്താണെങ്കിലും നിങ്ങളത് ഇട്ടിട്ട് വേണം പോകാനായിട്ട്. അതാണ് എനിക്ക് അവരുടെ അടുത്ത് പറയാനുള്ള ഒരു മെസ്സേജ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അതാണ് അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കുള്ളൂ. അല്ലാണ്ട് അവിടെ കുറെ കാലം വർക്ക് ചെയ്തു ആരും അറിയപ്പെടാത്ത ഒരാളായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു അർത്ഥമില്ല. നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ അവിടെ എത്ര വർഷം മുന്നേ വർക്ക് ചെയ്ത കമ്പനി ആണെങ്കിൽ പോലും അവിടെയുള്ള ആൾക്കാരും കൊളീഗ്സും ഒക്കെ നിങ്ങൾ ഓർക്കുന്നു, ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളെ കുറിച്ച് പറയുമ്പം അവിടെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ അച്ചീവ്മെന്റ് എന്നുള്ള രീതിയിൽ അത് ഫുൾഫിൽ ആവുന്നത്. അതാണ് എൻ്റെ ഒരു മെസ്സേജ്. ബിന്ദോഷ്, നമ്മുടെ ഇവാസിക്സിന്റെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഈ ചാനലിൽ ഒരു ഇന്റർവ്യൂ തരാൻ, അതുപോലെ നമ്മുടെ പ്രഷേഴ്സ് ഇത്രയും കാര്യം, ട്രെയിനിങ്ങിന്റെ കാര്യങ്ങളായിക്കോട്ടെ, പുതിയ പുതിയ കാര്യങ്ങൾ ബിന്ദോഷ് എക്സ്പ്ലെയിൻ ചെയ്യാനും കാണിച്ചൊരു മനസ്സിനെ ഞാൻ ആദ്യം തന്നെ നന്ദി പറയുന്നു. അതോടൊപ്പം ബിന്ദോഷിന്റെ എല്ലാ യാത്രകളും, ഈവൻ ജസ്റ്റ് പ്രൊഫഷണൽ ലൈഫിലായിക്കോട്ടെ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ, ബിന്ദോഷിന്റെ എല്ലാ യാത്രകളും ഞാൻ വളരെ സക്സസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. എന്തായാലും ഈ ഒരു എന്നെ കൺസിഡർ ചെയ്യുന്നത്, എസ്പെഷ്യലി രാജേഷിയുടെ ഇവാസിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ, അതിന്റെ റീച്ച് വളരെ വലുതാണ്. ഞാൻ ആക്ച്വലി കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. അത് ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ രാജേഷിക്കും ഫാമിലിക്കും അതുപോലെ ഈ ഒരു എപ്പിസോഡ് കാണുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല ഉയർച്ചകൾ വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു.